കവാടം തുറക്കുന്നത്, ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് ലോകത്തിന്റെ നേതാവാണ്. ആ പ്രവാചകന്റെ പുറകിൽ പടച്ചവനെ നബിതങ്ങൾ കടന്നു പോകുന്നു, പ്രവാചകന്മാര് കടന്നു പോകുന്നു. അല്ലാഹുവേ, പ്രവാചകന്മാരുടെ പുറകിലെ സ്വഹാബത്ത്, ശുഹദാക്കള്, ബദരീങ്ങള്, ശുഹദാക്കള്, പടച്ചവനെ താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബുദീങ്ങള്, സ്വാലിഹീങ്ങള്, എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. ആണുങ്ങളുടെ വിഭാഗം അങ്ങനെ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആണുങ്ങളുടെ നേതാവ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകില് നാളെ ആണുങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ ഒരുപാട് പള്ളിയുടെ ചാരത്ത് വന്നിരിക്കാൻ അവസരം കിട്ടിയ പെങ്ങള്, നിങ്ങളും നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാ, നിങ്ങളും നാളെ സ്വർഗത്തിലേക്ക് കടക്കേണ്ടവരാ. നിങ്ങൾ ആരുടെ പുറകിൽ നിന്നാ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ആരുടെ പുറകിൽ നിന്നാണ് കടന്നു പോകുന്നത്? നിബിധങ്ങൾ ആണുങ്ങളെ കുറിച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആണുങ്ങളെല്ലാവരും നബി തങ്ങളുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ പെണ്ണുങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നത്? പെണ്ണുങ്ങൾ ആരുടെ പുറകിൽ നിന്നാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ പെണ്ണുങ്ങൾ ആരുടെ പുറകിൽ നിന്നാണ് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതെന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അർബഉ മിൻ സയ്യിദത്തിൻ നിസാഇ അഹ്ലിൽ ജന്നാ. നബിതങ്ങളവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പായിപ്പാട് പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ നേതാക്കന്മാരായ 4 പെണ്ണുങ്ങളെ കുറിച്ച് നബിതങ്ങളെ പറഞ്ഞു തരികയാ. നാളെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണ്, നാളെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് 4 പേരാണ്. ഈ 4 പെണ്ണുങ്ങളുടെ പുറകിലാണ് ലോകത്തുള്ള സർവ്വ പെണ്ണുങ്ങളും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ ആരാണ് 4 പെണ്ണുങ്ങളെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ നേതാക്കളായ ആ 4 പെണ്ണുങ്ങൾ ആരെന്നറിയോ? നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് നബിയേ, ആരാണ് നബിയേ? ആ 4 പെണ്ണുങ്ങൾ ആരാണ് നബിയേ? വഅദ കേൾക്കാമെന്ന പെങ്ങള്, ഈ 4 പേരെ നിനക്കറിയുമോ മോളെ? ഈ 4 പേരുടെ ചരിത്രം അറിയുമോ മോളെ? ഈ 4 പേരുടെ മഹത്വം എന്തെന്നറിയുമോ പെങ്ങള്? പഠിക്കണം പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അർബഉ മിൻ സയ്യിദത്തിൻ നിസാഇ അഹ്ലിൽ ജന്നാ. സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കള് 4 പേരാ. അതിലെ ഒന്നാമത്തെ വ്യക്തി ആരെന്നറിയോ? നബിതങ്ങൾ പറയുന്ന സ്വഹാബ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ ഒന്നാമത്തെ നേതാവാരാ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ ഒന്നാമത്തെ നേതാവ് ആരാണെന്നറിയോ? നബി തങ്ങളുടെ കൂടെ 25 വർഷക്കാലം താങ്ങും തണലുമായി ദുഃഖത്തിലും സന്തോഷത്തിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒന്നാമത്തെ മഹ്ദി ഖദീജയാണ്. ഒന്നാമത്തെ മഹ്ദി ഖദീജയാണ്. രണ്ടാമത്തെ മഹ്ദി ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന പെണ്ണുങ്ങൾക്ക് റോൾ മോഡലാക്കാൻ അവർക്ക് കണ്ടുപഠിക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു തന്ന മഹദി ആസിയ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറഔനിന്റെ ഭാര്യയായ ആസിയ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് ബൈതം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എനിക്കൊരു കൊട്ടാരം തരണേ എന്ന് ദുആ ചെയ്ത ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് സ്വർഗ്ഗത്തിലെ നിങ്ങളുടെ രണ്ടാമത്തെ നേതാവ്. മൂന്നാമത്തെ നേതാവ് ആരെന്നറിയോ? മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. ആ മറിയം നാളെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാ. ഇനി നാലാമത്തെ പെണ്ണാരെന്നറിയോ? മഹദി ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് 4 പേരാ. 1 ഖദീജ ബീവി, 2 ആസിയ ബീവി, 3 മറിയം ബീവി, 4 ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ 4 പേരുടെ പുറകിൽ നിന്നിട്ടാ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകേണ്ടത്. എല്ലാവർക്കും ആസിയ എന്ന് പേരുണ്ട്, ഖദീജ എന്ന് പേരുണ്ട്, ഫാത്തിമ എന്ന് പേരുണ്ട്, പക്ഷെ മറിയം എന്ന് പേരുണ്ട്. കയ്യിലിരിപ്പ് എന്താണെന്ന് മാത്രം അറിയില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. എല്ലാവരും പേരൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ 4 പെണ്ണുങ്ങളുടെ പുറകിലാണ് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള പെണ്ണുങ്ങളോട് അല്ലാഹു പറയുകയാ, നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് ആസിയയെയും മറിയത്തെയുമാണ്. നിങ്ങൾ ആസിയ ബീവിയെയും മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം നിങ്ങൾ പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാകുക. ഖുർആൻ പറയുകയാ, നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്ന 2 പേരാണ്. 1 മറിയം ബീവി, 2 ആസിയ ബീവി. നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് നബി തങ്ങൾ അവരെ വിവാഹം കഴിക്കും. നബി തങ്ങളുടെ സ്വർഗ്ഗത്തിലെ ഭാര്യമാർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, പായിപ്പാട് വന്നിട്ട് ഇന്ന് വരെ പെണ്ണുങ്ങൾക്ക് ഒരു വയല് പറഞ്ഞിട്ടില്ല, ഒരു ക്ലാസ്സും ഇല്ല. എപ്പോഴും ആണുങ്ങൾ കേട്ട് ശീലിച്ചതുകൊണ്ട് ഇന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രസംഗമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിക്കുക, കേൾക്കുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ മറിയമിന്, ആ ഫാത്തിമയെ കുറിച്ച് എൻ്റെ പെങ്ങന്മാർക്ക് എന്തറിയാം? എല്ലാവരും പേരിടുമ്പോ ഫാത്തിമ എന്ന് പേരിടാറുണ്ട്. ആ ഫാത്തിമയെ കുറിച്ച് നമുക്ക് എന്തറിയാം? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമയുടെ ചരിത്രം അറിയുന്നത് ആർക്കാണ്? ആ ഫാത്തിമയുടെ ചരിത്രം പഠിച്ചവരാരാണ്? എങ്കിലും പഠിക്കണം പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമയെ കുറിച്ച് പഠിക്കണം. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയും, പെൺകുട്ടികൾക്ക് പേരിടുമ്പോ ഫാത്തിമ എന്ന് ചേർത്തിടുമായിരുന്നു, ആണുങ്ങൾക്ക് പേരിടുമ്പോ മുഹമ്മദ് എന്ന് ചേർത്തിടുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പണ്ട് പേരിടുമ്പോ ആണുങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് ചേർത്തിടും. ഇന്ന് പെൺകുട്ടികൾക്ക് ഫാത്തിമ എന്ന് പേര് ചേർത്തിടും. ഇന്നതൊക്കെ മാറി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മുസ്ലിമായ എന്റെ മനസ്സിനെ വല്ലാതെ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ലോകകപ്പ് നടന്നപ്പോ, ഫുട്ബോൾ ലോകകപ്പ് നടന്നപ്പോ, കല്യാണം കഴിച്ച് വർഷങ്ങളായി മക്കളുണ്ടാകാതിരുന്ന ഒരു കുടുംബം അല്ലാഹു അവർക്ക് ആദ്യമായിട്ട് ഒരു മകനെ കൊടുത്തപ്പോ ആ മകന് പേരിട്ടത് മെസ്സി എന്നായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2 പേരുടെയും പേര് ഞാൻ പറയുന്നില്ല ലൈവായതുകൊണ്ട്.
ആണിന്റെ ഈ മനോഹരമായ പേരുള്ള ഭാര്യയും ഭർത്താവും പത്രക്കാരെ വിളിച്ചു നിർത്തിയിട്ട് അള്ളാഹു അമാനത്തായി കൊടുത്ത മകന് മെസ്സി എന്ന് പേരിട്ടു. ഈ അടുത്ത് ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, ഒരാഴ്ചയോ 2 ആഴ്ചയോ മുമ്പ് ഒരു സഹോദരൻ ചാനൽ വന്ന് നിന്ന് പറയുന്നുണ്ട്, എനിക്ക് റബ്ബൊരു മകനെ തന്നു, ആ മകന് ഞാൻ പേരിട്ടത് എന്താണെന്ന് ഞാൻ പതിപതിയായിട്ട് പറയണില്ല. ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, അള്ളാഹു എനിക്ക് തന്ന മകന് ഞാൻ പേരിട്ടിരിക്കുന്നത് മുഹമ്മദ് സുധാകരൻ എന്നാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലടോ. കോൺഗ്രസിന്റെ വലിയ നേതാവായ സുധാകരനല്ലേപ്പ, സുധാകരനോടുള്ള മഹബത്ത് കാരണം, അത് വേറെ, ആ ഒരു സ്നേഹം കാരണം പേരിട്ടത് ഇങ്ങനെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയടാ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമുക്കൊന്നും ബർക്കത്ത് വേണ്ടേ? ഞാനൊരു വീട്ടിൽ പോയി ദുആ ചെയ്യാൻ. ഒരു വീട്ടിൽ മരണപ്പെട്ടതിന് ശേഷം 3 or 7 എന്തോ നടക്കുമ്പോ ഞാൻ ആ വീട്ടിൽ ദുആ ചെയ്യാൻ ചെന്നു. യാസീനൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോ ആ വീട്ടുകാരായ ഒരു മനുഷ്യനും ആമീൻ പറയാൻ പോലും വരുന്നില്ല. ഞാൻ നോക്കുമ്പോ ആ വീട്ടിലെ ഒരാളും വന്നില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. ഞാൻ യാസീൻ ഓതിയിട്ട് നോക്കിയിരിക്കുക. അവസാനം ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവേ, ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എൻ്റെ അത്താടെ ഖബറിൽ എത്തിക്കണേ അള്ളാഹ്. ഞാൻ ദുആ ചെയ്തു. കാരണം എന്താ, അവിടെ ആർക്കും വേണ്ട. അപ്പൊ എന്റെ അടുത്തിരുന്ന ഉസ്താദ് ഒരു ചിരി. ഞാൻ പറഞ്ഞു, അള്ളാഹ് ഉസ്താദിന്റെ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ കൊടുക്കണേ അള്ളാഹ്. കാരണം എന്തേ, അവർക്ക് ആർക്കും അത് വേണ്ട എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കും ബർക്കത്ത് വേണ്ടേ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ആരാണ് ഫാത്തിമ? ആരാണ് ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആ ഫാത്തിമയെ കുറിച്ച് പഠിക്കണം. ആ ഫാത്തിമ ആരാണെന്ന് അറിയണം. ആ ഫാത്തിമയെ സ്നേഹിക്കണം. നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ ഉമ്മമാരെ? പൊന്നാര പെൺകുട്ടികൾക്ക് ഫാത്തിമ ഫാത്തിമ എന്ന് പേരിടുന്ന ഉമ്മ. നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? മൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെങ്കിലും എന്റെ ഫാത്തിമയെ ഇഷ്ടപ്പെട്ടാൽ, ആരെങ്കിലും എന്റെ കരുണന്റെ കഷ്ടമായി എന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ ഫാത്തിമയെ സ്നേഹിച്ചാൽ എന്നെ സ്നേഹിച്ചതുപോലെയാണ്. ഫാത്തിമയെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിച്ചതുപോലെയാണ്. ഫാത്തിമയെ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെട്ടതുപോലെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്നേഹിക്കാൻ പറഞ്ഞു തന്ന പൊന്നാര മകളാണ് ഫാത്തിമ. ആ ഫാത്തിമയെ സ്നേഹിക്കണം പെങ്ങള്. ആ ഫാത്തിമ ആരാണെന്ന് പഠിക്കണം പെങ്ങള്. ആ മഹദിയുടെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35ാമത്തെ വയസ്സിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സമ്മാനമായിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കൊടുക്കുന്നത്. നബി തങ്ങളുടെ 35ാമത്തെ വയസ്സിൽ അല്ലാഹു ഫാത്തിമ എന്ന പൊന്നാര മകളെ സമ്മാനമായിട്ട് നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പടച്ചറബേ, ഫാത്തിമയെ കാണുന്നവർ ഒരേ ഒരു വാക്കേ പറയാറുള്ളൂ, ഫാത്തിമയെ എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാ, ഫാത്തിമയോട് എല്ലാവർക്കും വല്ലാത്ത സ്നേഹമാ. ഫാത്തിമയെ കാണുന്നവർ ഒരേ ഒരു വാക്കേ പറയൂ. എല്ലാവരും പറയുന്ന വാക്കേതെന്നറിയോ? ഉപ്പാന്റെ മോളാ, ഉപ്പാടെ മോളാ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖം നോക്കുന്നത് പോലെയാ ഫാത്തിമയുടെ മുഖത്ത് നോക്കുന്നത്. നബി തങ്ങളെ വരച്ചു വെച്ചതുപോലെയാണ്. നബി തങ്ങളെ തന്നെയാണ് ഫാത്തിമ. നബി തങ്ങളെ തന്നെയാണ് ഫാത്തിമ. എല്ലാവരും ഖദീജ ബീവിയോട് പറയുമായിരുന്നു, നബി തങ്ങളുടെ മകള് ഉപ്പാനെ പോലെ തന്നെ ഇരിക്കുന്ന മകള്, ഉപ്പാനെ തന്നെ ഇരിക്കുന്ന മകള്. അതുകൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹയ്ക്ക് പടച്ചവനെ ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമാ. ഫാത്തിമയുടെ വല്ലാത്ത സ്നേഹമായിരുന്നു. ഫാത്തിമ ബീവിയുടെ നടത്തം നബിതങ്ങൾ നടക്കുന്നത് പോലെയാ. ആദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിനെ പോലെ സാദൃശ്യമുള്ള ഫാത്തിമയെ പോലെ അല്ലാതെ വേറെ ആരുമില്ല. കാരണം നബിതങ്ങൾ നടക്കുന്നത് പോലെ, നബിതങ്ങളുടെ മുഖം പോലെ, നബിതങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പോലെ പടച്ചവനെ നബിതങ്ങൾ വരച്ചു വെച്ചതുപോലെയാണ് ഫാത്തിമ ഇരിക്കുന്നത്. അതുകൊണ്ട് ഖദീജയ്ക്ക് വല്ലാത്ത സ്നേഹമാണ്. എല്ലാവർക്കും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് വല്ലാത്ത സ്നേഹമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബിയുടെ ഒന്നാമത്തെ പ്രത്യേകത നബിതങ്ങളുടെ രൂപമായിരുന്നു. നമ്മളിൽ പലരുമുണ്ടല്ലോ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെന്ന് കുഞ്ഞിനെ നോക്കിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. വാപ്പയുടെ മുഖത്ത് നോക്കും, ഉമ്മയുടെ മുഖത്ത് നോക്കും. എന്നിട്ട് പറയും ഉപ്പാനെ പോലെയാ, ഉമ്മാനയെ പോലെയാ. പടച്ചവനെ, ചിലര് പറയും ഇവർ രണ്ടുപേരെ പോലെയല്ല ഈ കുട്ടി, ഉമ്മാടെ ഉമ്മയെ പോലെയാ, വാപ്പയുടെ വാപ്പയെ പോലെയാ. പടച്ചവനെ, മക്കളുടെ മുഖത്ത് നോക്കി പറയുമല്ലോ, ഇതുപോലെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കണ്ടാ എല്ലാരും പറയും ഉപ്പാട കുട്ടി, ഉപ്പാട കുട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കടന്നു പോവുകയാണ്. പടച്ചവനെ, 5 വയസ്സായി, 5 വയസ്സായി മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചെറുപ്പം മുതൽ കാണുന്നതും കേൾക്കുന്നതും എന്തെന്നറിയോ? എല്ലാവരും തന്റെ വാപ്പയെ കാണുമ്പോ ആദരിക്കുകയാണ്, നബിതങ്ങളെ ബഹുമാനിക്കുകയാണ്. മുഹമ്മദിന്റെ മകളെന്ന് പറയുമ്പോ ഒരു പരിഗണനയുണ്ടായിരുന്നു. എല്ലാവരും നബിതങ്ങളെ കാണുമ്പോ എഴുന്നേൽക്കുകയാണ്. 35 വയസ്സുള്ള അല്ലാഹുവിന്റെ പ്രവാചകൻ 40 വയസ്സിന് മുമ്പ് നബിതങ്ങളെ കാണുമ്പോ എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അല്ലമീൻ എന്ന് നബിതങ്ങളെ വിളിക്കുകയാണ്. എല്ലാവരുടെ മുന്നിലും നബിതങ്ങൾക്ക് വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് ഫാത്തിമയ്ക്കും ഒരു സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ 5 വയസ്സായി, നബിതങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, വഹിയുമായി ജിബ്രീൽ കടന്നു വരികയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഇറങ്ങുകയാ. നബിതങ്ങൾക്ക് നുബൂവത്ത് കിട്ടി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനവുമായി ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ചവരെ നബിതങ്ങളെ കള്ളനെന്ന് വിളിക്കുകയാ. നബിതങ്ങളെ എല്ലാവരും പരിഹസിക്കുകയാ. നബിതങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാ. നബിതങ്ങൾക്ക് വല്ലാത്ത വേദനയായി. പടച്ചവനെ, അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തുമായി നബിതങ്ങൾ ഇറങ്ങുമ്പോ പിന്നെ പരിഹാസവും കളിയാക്കലും ഒറ്റപ്പെടുത്തും അക്രമങ്ങളും തുടങ്ങുകയാണ്. പടച്ചറബ്ബേ, വല്ലാത്ത വേദനയാ. ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 6 വയസ്സായി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബിതങ്ങളെ പടച്ചവനെ നിസ്കരിക്കാൻ പോയതാണ്. വാപ്പ നിസ്കരിക്കാൻ പോയിട്ട് കാണുന്നില്ല. ഫാത്തിമ എന്ന് പറയുന്ന 6 വയസ്സുള്ള പൊന്നാര മകള് വാപ്പയെ തെരഞ്ഞു നടക്കുകയാ. നിസ്കരിക്കാൻ പോയ വാപ്പയെ കാണാതെ അവിടുന്ന് തിരഞ്ഞു പോകുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? കാണുന്ന രംഗമെന്തെന്നറിയോ? പടച്ചവനെ, സ്വഹാബത്ത് മുഴുവനും ഇല്ലാതിരുന്ന സമയത്ത്, അബൂബക്കർ, ഉസ്മാൻ തങ്ങൾ, അലിയാർ തങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നബിതങ്ങളെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളായ അബൂജഹലും ഉത്ബത്തുമെല്ലാം പടച്ചവനെ പുഴുത്ത് കിടക്കുന്ന കുടൽമാല എടുത്തുകൊണ്ടുവന്ന് സുജൂദിൽ കിടക്കുന്ന നബിതങ്ങളുടെ തലയിലേക്ക്
തലയിലേക്ക്, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നബി തങ്ങളുടെ തലയിലേക്ക് പടച്ചവനെ കൊണ്ടുവന്ന തലയുടെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാ. ആദ്യമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തല ഉയർത്താൻ കഴിയുന്നില്ല. നബി തങ്ങൾ സുജൂദിൽ കിടക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉപ്പാന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ഉപ്പാന്റെ തലയിലിട്ടിരിക്കുന്ന പുഴുത്ത് നാറിയ കുടൽമാല 6 വയസ്സുള്ള പൊന്നുമകൾ വലിച്ച് താഴെയിടുകയാ. ഉപ്പാനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഉപ്പയുടെ ശരീരത്തിൽ നിന്നെല്ലാം വലിച്ച് താഴെയിടുകയാ. എന്നിട്ട് പടച്ചവനെ നബി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ പുഴുത്ത് നാറിയ കുടൽമാല ശരീരത്തിലിട്ട് തലയിലിട്ടിട്ട് അത് തലയുടെ മുകളിലിരുന്ന് ദുർഗന്ധമടിക്കുമ്പോ 6 വയസ്സുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്നോ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്ത് നിന്നോ എന്നിട്ട് തലയുടെ മുകളില് തന്റെ ചുമലിൽ കിടന്ന ഷാള് കൊണ്ട് നബി തങ്ങളുടെ തലയിൽ നിന്ന് എല്ലാം തുടച്ചു വൃത്തിയാക്കുകയാ. നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന നബി തങ്ങളുടെ ശരീരത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ആ ദുർഗന്ധം മുഴുവനും ഇങ്ങനെ തുടച്ചെടുക്കുമ്പോ 6 വയസ്സുള്ള ഫാത്തിമ ചോദിക്കുന്നു, വാപ്പാ എല്ലാവർക്കും എന്റെ ഉപ്പാനോട് ദേഷ്യമാണല്ലോ, എന്റെ ഉപ്പാനെ എല്ലാവരും വേദനിപ്പിക്കുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പൊന്നാര 6 വയസ്സുള്ള മകള് ചോദിക്കുകയാ, ഉപ്പാനെ വേദനിപ്പിക്കുന്നല്ലോ, എല്ലാവരും കുറ്റപ്പെടുത്തുന്നല്ലോ, ഉപ്പാന് വിഷമമുണ്ടോ? 6 വയസ്സുള്ള പൊന്നുമോൾ ഉപ്പയോട് ചോദിക്കുന്നു, ഉപ്പാന് വേദനിക്കുന്നുണ്ടോ? ഉപ്പാന് പ്രയാസമായോ? ഫാത്തിമ എന്ന തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഫാത്തിമ എല്ലാ ദുനിയാവിലല്ലേ ലാ കർബ അലയ്യ ബി ഫിൽ ആഖിറ. ഉപ്പാന് ദുനിയാവിലല്ലേ പ്രയാസമുള്ളൂ, ഉപ്പാന് ദുനിയാവിലല്ലേ പ്രയാസമുള്ളൂ, അല്ലാഹുവിന്റെ ആഖിറത്തിൽ നിന്റെ വാപ്പയ്ക്കൊരു പ്രയാസവുമില്ലല്ലോ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ അവിടെ നിന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വല്ലാത്ത ഇഷ്ടമായിരുന്നു. നബി തങ്ങൾ പറഞ്ഞത്, എന്റെ പൊന്നുമോൾ എന്റെ കരളിന്റെ കഷ്ടമാ, എന്റെ കരളിന്റെ കഷ്ടമാ. നബി തങ്ങളല്ലാതെ ലോകത്തൊരാളും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. കാരണം കരളിന്റെ കഷ്ടം എന്താണെന്ന് പലർക്കും തിരിയില്ല. ഒരാളുടെ കരള് മറ്റൊരാളുടെ കരളുമായി ചേരണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത്രയും ഓരോ നരമ്പുകളും ചേരണമല്ലോ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കരളും ചേരാറുള്ളൂ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞതിന്റെ കരളിന്റെ കഷ്ടമാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ പീഡനങ്ങളാണ്, വല്ലാത്ത പ്രയാസമാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളെ ചെറുപ്പം മുതൽ കാണുന്ന രംഗമെന്തെന്നറിയോ? വല്ലാത്ത പീഡനങ്ങളാ. ഫാത്തിമ ബീവിക്ക് ഏറ്റവും വലിയ സങ്കടമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കള് മഹദിയായ റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ നബുവത്ത് കിട്ടി പ്രബോധനവുമായി വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ശത്രുക്കളായിരുന്ന 2 മരുമകന്മാരും അല്ലാഹുവിന്റെ റസൂലിന്റെ പെൺമക്കളെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചെറുപ്പം മുതൽ കാണുന്നത് പീഡനങ്ങളാണ്. വീട്ടിലേക്ക് ചെന്നാലുള്ള അവസ്ഥ എന്താ? തന്റെ സഹോദരിയുമായ റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, ഇവർ 2 പേരെയും തലാഖ് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. നബിതങ്ങൾ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ മരുമക്കൾ തലാഖ് പറഞ്ഞു. ഈ 2 പെൺമക്കളുടെയും കണ്ണുനീര്, സഹോദരിമാരുടെ കണ്ണുനീര് കണ്ടിട്ടാ ഫാത്തിമ ബീവി വളരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിനകത്തുള്ള അവസ്ഥ ഇതാ, പുറത്തിറങ്ങിയാലുള്ള അവസ്ഥ വല്ലാത്ത പീഡനവും പരിഹാസവും കുത്തുവാക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു ജീവിതമാണ്. അങ്ങനെ ശത്രുക്കൾ വല്ലാതെ, അവരുടെ ഉപദ്രവങ്ങൾ വല്ലാതെ കൂടുകയാണ്. നബിതങ്ങൾ പ്രബോധനം തുടങ്ങുമ്പോ
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഖുറൈശികൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ്. പടച്ചവനെ നബി തങ്ങളെ ഉപരോധിക്കുകയാണ്, നബി തങ്ങളെ നാട് കടത്താൻ തീരുമാനിക്കുകയാണ്. ഒരാളും നബി തങ്ങളെ സഹായിക്കരുത്, ഭക്ഷണം കൊടുക്കരുത്, അവരുടെ വീട്ടിൽ പോകരുത്, അവര് നിങ്ങളെ കാണരുത്, അവരുമായൊരു ബന്ധവും പുലർത്തരുത്. പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് പടച്ചവനെ അവിടുന്ന് എല്ലാവരും ഉപരോധിക്കുകയാ. നബി തങ്ങളും അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, പടച്ചവനെ റുഖിയ ബീബി, ഉമ്മു കുൽസൂം, ഫാത്തിമ ബീബി, പടച്ചവനെ ശഅബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് പടച്ചവനെ 3 കൊല്ലം അവിടെ താമസിക്കുകയാ. കഴിക്കാൻ ഭക്ഷണമില്ല, ഒരാളും നബി തങ്ങളുടെ കുടുംബവുമായിട്ടൊരു ബന്ധവുമില്ല. ശഅബ് അബീ താലിബിന്റെ മലഞ്ചെരുവിലല്ല എല്ലാവരും പട്ടിണിയാ, കഴിക്കാൻ ഭക്ഷണമില്ല, പ്രയാസമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം ഒരാളും കൊടുക്കുന്നില്ല, സഹായിക്കുന്നില്ല. അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ വാപ്പാടെ മുമ്പിൽ ചെന്നിട്ട്, വാപ്പാ എനിക്ക് വിശക്കുന്നു വാപ്പാ. തന്റെ ഉപ്പാടെ മുമ്പിൽ ചെന്നിട്ട് വിശക്കുന്നു എന്ന് പറയാറ് 6 7 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകളുണ്ടല്ലോ. പടച്ചറബ്ബേ, നബി തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് വിശക്കുന്നു എന്ന് പറയാൻ ചെല്ലുമ്പോ ഫാത്തിമ ബീബി കാണുന്ന രംഗമെന്തെന്നറിയോ? വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് ഇല കടിച്ചു കൊണ്ടിരിക്കുകയാ. വിശക്കുന്നു എന്ന് പറയുമ്പോ നബി തങ്ങൾ കഴിക്കുന്നത് വൃക്ഷത്തിന്റെ ഇല പറിച്ചിട്ട് കടിച്ചു കൊണ്ടിരിക്കുകയാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ നബി തങ്ങളും കുടുംബവും വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കഴിക്കുകയാണ്. പടച്ചറബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ വിശന്ന് തളർന്നു കിടക്കുന്ന മക്കളെ പിടിച്ചു മടിയിൽ കിടത്തിയിട്ട് വളരെ സങ്കടത്തോടെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ നീ നിന്റെ വീട്ടിൽ പോ. ഖദീജ, ആരാണ് ഖദീജ എന്നറിയോ? ഖദീജ എന്നറിയോ? നിങ്ങളെ ഖദീജയുടെ സമ്പത്തിന്റെ വലുപ്പം എത്രയെന്നറിയോ? കോടീശ്വരിയായിരുന്നു ഖദീജ. ഖദീജ കോടീശ്വരന്റെ മകളായിരുന്നു, ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു. ആ ഖദീജ ബീവിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇല കഴിച്ചുകൊണ്ട് മലഞ്ചെരുവിൽ കിടക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഖദീജ നീ പട്ടിണി കിടന്നിട്ടില്ല ഖദീജ, നിനക്ക് ദുഃഖമെന്തെന്നറിയില്ല, പട്ടിണി എന്താണെന്നറിയില്ല, പ്രയാസം എന്താണെന്നറിയില്ല. കാരണം നീ കൊട്ടാരത്തിൽ ജീവിച്ചവളാ, ഒരുപാട് സമ്പത്തിന്റെ നടുവിൽ ജീവിച്ചവളാ, നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ. അതുകൊണ്ട് ഖദീജ, മക്കളെയും വിളിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയോട് പറയുകയാ, പായിപ്പാടുള്ള പെണ്ണന്മാരെ, ഇത് നിങ്ങൾക്കൊക്കെ പഠിക്കാനുള്ളതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ മനസ്സില്ലാത്ത പെങ്ങൾക്ക് പഠിക്കാനുള്ളതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവിയോട് പറയുകയാ, നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ, നിനക്കതാ ദുഃഖവും ദുരിതവും എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഖദീജ, ഈ മക്കളെയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോകൂ, നീ നിന്റെ വീട്ടിലേക്ക് പോകൂ. ഫാത്തിമ ബീവി ഖദീജ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോഴാ അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ. ഖദീജ ബീവി പറയുകയാ, ജീവിക്കുകയാണെങ്കിൽ ഒരുമിച്ച്, മരിക്കുകയാണെങ്കിലും ഈ ഖദീജയുണ്ട് നബിയേ, മരിക്കുക
എത്തുകയാണെങ്കിലും ഈ ഖദീജ കൂടെയുണ്ട് നബിയേ. ജീവിതമാണെങ്കിലും മരണമാണെങ്കിലും എന്നെ ഉപേക്ഷിക്കരുത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കേട്ടു വളർന്ന മകളാ ഫാത്തിമ. ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതം കണ്ടു വളർന്നവളാ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പടച്ചവനെ 3 കൊല്ലമാ, 3 ദിവസമല്ല, 3 ആഴ്ചയല്ല, 3 മാസമല്ല, പടച്ചവനെ 3 കൊല്ലമാണ് നബിതങ്ങളും കുടുംബവുമാ മലഞ്ചെരുവിൽ കിടന്നത്. പടച്ചവനെ വല്ലാത്ത തേങ്ങലായിരുന്നു. സ്വഹാബത്ത് പറയുന്നുണ്ട് വല്ലാത്ത ഞെരുക്കമായിരുന്നു. അവര് ഇലകൾ പറിച്ച് കഴിക്കുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവര് അബീ താലിബിൽ നിന്ന് നബിതങ്ങളും കുടുംബവും രക്ഷപ്പെടുകയാണ്. പിന്നെ എല്ലാവരും സഹായിക്കാൻ തുടങ്ങി. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ റസൂലും ഖദീജ ബീവിയും മക്കളും വല്ലാത്ത സന്തോഷമുള്ള ജീവിതമാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 15 വയസ്സായി. ഫാത്തിമയുടെ പ്രായം 15 ആയി. സുബ്ഹാനല്ലാഹ്. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മയ്ക്ക് 65 വയസ്സായി. ഖദീജ ബീവിക്ക് 65 വയസ്സായി. 15 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് കാണുന്ന രംഗമെന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്. 65 വയസ്സുള്ള ഉമ്മയതാ കുളിച്ചുരുങ്ങിയിട്ട് വാപ്പാടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഫാത്തിമ ബീബി നോക്കുമ്പോ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ 65 വയസ്സുള്ള ഫാത്തിമ ആയിഷ ഖദീജ എന്ന പ്രിയപ്പെട്ട ഭാര്യ, ആ ഖദീജ ബീബി നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ, ഖദീജ ബീവി വല്ലാതെ തളർന്നു പോയി. 3 കൊല്ലം പട്ടിണി കിടന്നിട്ട് ഖദീജ ബീവിക്ക് രോഗം പിടിപെടുകയാണ്. ഒരുപാട് പ്രയാസമായി. മരണത്തിന്റെ സമയമായി, സക്കറാത്തിന്റെ അവസ്ഥയായി. ഉപ്പാടെ മടിയിൽ ഉമ്മ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. എന്നിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കാണിച്ചിട്ട് നബി തങ്ങളോട് ഖദീജ ബീവി പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. ഒരു ഉമ്മയുടെ സഹായം വേണ്ട സമയമാ, ഒരു ഉമ്മ കൂടെ നിൽക്കേണ്ട സമയമാ. തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവിയെ കാണിച്ചിട്ട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, ആ മരണമെടുത്തിരിക്കുന്ന സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഭർത്താവായ നബി തങ്ങളോട് പറയുകയാ, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. എന്റെ മകൾക്കൊരു കുറവ് വരുത്തരുത്, എന്റെ ഫാത്തിമയ്ക്കൊരു കുറവ് വരുത്തരുത്. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനോട് ഖദീജ എന്ന ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമാനെ തല്ലല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമാനെ തല്ലരുത്, എന്റെ പൊന്നുമോളെ തല്ലരുത്. ഫാത്തിമ ബീവിയെ കാണിച്ചു കൊടുത്തിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ മകളെ തല്ലാൻ പാടില്ല. നബിതങ്ങൾ പറഞ്ഞ നബിതങ്ങൾ തന്റെ ഭർത്താവിനോട് ഖദീജ ബീവി പറയുകയാ, ഒരു ഉമ്മയുടെ സഹായം, ഒരു ഉമ്മയുടെ കൂട്ടുവേണ്ട സമയമാണ് ഫാത്തിമയ്ക്ക്. അപ്പോഴാണ് ഫാത്തിമ ബീവി ഖദീജ ബീവി പട്ടിണി കിടന്നിട്ട് രോഗം പിടിച്ചു. 3 കൊല്ലം പട്ടിണി കിടന്നു, ഇലകൾ കഴിച്ചു, ഒരുപാട് രോഗമായി. 65-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ, ആ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഉപ്പാന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഭർത്താവിനോട് പറയുകയാ, എന്റെ മകളെ നോക്കിക്കൊള്ളണം, എന്റെ മകളെ പൊന്നുപോലെ നോക്കണം, ഒരു കുറവും വരുത്തരുത് എന്റെ ഫാത്തിമാനെ. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, തല്ലരുത് എന്റെ ഫാത്തിമയെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, അത് തന്നെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. തന്നെ കല്യാണം കഴിക്കും പള്ളിക്ക് കത്ത് വന്നിട്ട്, ആണുങ്ങൾ നിക്കാഹ് കഴിക്കുന്ന സമയത്ത് ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജതുക വ അൻകഹതുക ബിന്ദി എന്ന് പറഞ്ഞിട്ട് പറയല്ലോ. എന്താ ഈ പറയണതിന് അർത്ഥം? എടാ, 18ഉം 20ഉം കൊല്ലം പോറ്റി വളർത്തിയ ഒരു മകളെ നീ കൊടുക്കുന്ന മഹറിന് പകരം നിന്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോ ആ വാപ്പായും പറയുന്നത്, എന്റെ മോളെ തല്ലല്ലേ എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തേ പറയണേ? എന്താ പറയണേ?
എന്ത് ചെയ്യരുതെന്ന്, തല്ലരുതെന്ന്. അത് പറഞ്ഞതിന്റെ പേരിൽ അത് പറയാൻ തന്നെ പേടിയാ. അള്ളാഹു കാക്കമാറാകട്ടെ. കാരണം നമ്മള് 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗത്തിനകത്ത് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന വല്ല സമയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു കൊടുത്തു. പടച്ചവനെ ഇപ്പൊ 28 കേസ് 28 കേസായി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയണോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതാണ് ഉസ്താദ്മാർക്കൊക്കെ എന്തെങ്കിലും പറയാൻ പേടിയാ. എവിടെ എന്തെങ്കിലും പറയും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും പടച്ചവൻ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളും പറയുന്ന എന്താ, ഒരു വാപ്പ പറയുകയാ, എന്റെ മകളും മലക്കൊന്നുമല്ല, ഞാൻ 18 വർഷക്കാലം അല്ലെങ്കിൽ 20 വർഷക്കാലം പോറ്റി വളർത്തി എന്റെ മകള്, അവളെല്ലാം തികഞ്ഞവളൊന്നുമല്ല, അവൾക്ക് എന്തെങ്കിലും ഒരുപാട് പോരായ്മകളും ന്യൂനതകളും ഉണ്ട്. എന്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കണം. പുതിയാപ്പളയോട് പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ നീ ഉപദേശിക്ക്, നീ അവളെ ഉപദേശിക്ക്, നീ ക്ഷമിക്ക്, അല്ലല്ലേ കൊല്ലല്ലേ എന്നാ പറയുന്നത്.